കൊച്ചിക്ക് സമാനമായി പത്തനംതിട്ടയിലും നായ വളർത്തൽ കേന്ദ്രം. പത്തനംതിട്ട അടൂരിലാണ് നായ വളർത്തൽ കേന്ദ്രമുള്ളത്. വീടിനോട് ചേർന്ന കെട്ടിടത്തിൽ 100-ലധികം നായകളുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നായശല്യത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ശക്തമായ പ്രതിഷേധം തന്നെയാണോ നാട്ടുകാരുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്? ഉടമസ്ഥന്റെ ഒരു വിശദീകരണം ഏത് തരത്തിലുമാണ്? ഈ രണ്ട് വീടുകളിലായിട്ട് ഉള്ളത്. ഒരു പുതിയ വീടും ഒരു പഴയ കെട്ടിടവും, ഇങ്ങനെ രണ്ട് വീടുകൾ വാടകയ്ക്ക് എടുത്താണ് ഇവിടെ നായ്ക്കളെ വളർത്തുന്നത്. 100-ലധികം നായ്ക്കളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള നായ്ക്കളുണ്ട്. വിദേശ ഇനവും ചെറുതും വലുതും നാടൻ ഇനവും ഒക്കെ ആയിട്ടുള്ള നായ്ക്കളെ കുത്തി നിറച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ രണ്ട് വീടുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇവിടെ നായ്ക്കളെ വളർത്തുന്നത്. അസഹ്യമായിട്ടുള്ള ദുർഗന്ധവും നായ്ക്കളുടെ കുരയും വൃത്തിഹീനമായ സാഹചര്യവും ഇവിടെ പടർന്നു പിടിക്കുന്നു. ഇവിടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ നായ്ക്കളെ ഇങ്ങനെ അനധികൃതമായി വളർത്തുന്നത് മൂലം എന്നുള്ളതാണ് നാട്ടുകാർ നിരന്തരമായി പരാതി അറിയിക്കുന്നത്. ആദ്യം നാട്ടുകാർ ഈ വീട് വാടകയ്ക്കെടുത്ത അമ്മയും മകനെയും ഈ പരാതി അറിയിച്ചു. അതിനുശേഷം പഞ്ചായത്തിനെ പരാതി അറിയിച്ചു. പഞ്ചായത്ത് അധികൃതർ ഇവിടെ നിന്നും നായ്ക്കളെ മാറ്റണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വീട് വാടകയ്ക്കെടുത്തവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. മാർച്ച് 1-നുള്ളിൽ ഇവിടുന്ന് നായ്ക്കളെ മുഴുവൻ മാറ്റണം എന്നുള്ളതായിരുന്നു പഞ്ചായത്ത് അധികൃതർ ഈ വീട് വാടകയ്ക്കെടുത്ത ആളുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ അവർ ഇവിടെ നിന്നും ഈ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന തീയതിക്കുള്ളിൽ വീട് ഒഴിയാൻ തയ്യാറായിട്ടില്ല. പിന്നീട് ഇവിടെ രൂക്ഷമായ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ സംഘടിച്ചെടുത്തി പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത്. ഇപ്പോൾ വീട് വാടകയ്ക്കെടുത്തിരിക്കുന്ന ആ വ്യക്തിയും ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ഇവിടെ എത്തി പ്രതിഷേധിച്ചപ്പോൾ അവിടെ അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഉടനെ തന്നെ ഇവിടെ നിന്നും ഇവരെ മാറ്റാനാണോ തീരുമാനം? ഉടൻ തന്നെ 20 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസാക്ഷിയുള്ളവരാണ്. ഇതിനെ റോഡിൽ അഴിച്ചുവിടാൻ പറ്റൂല, എവിടെയെങ്കിലും താമസിപ്പിക്കണം. അപ്പൊ അതിന് ചുറ്റുവട്ടത്ത് മറ്റ് താമസക്കാരില്ലാത്ത എവിടെയെങ്കിലും ഭാഗം കണ്ടെത്തി അവരിന് നെറ്റൊക്കെ അടിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഇതിന് മരുന്നൊക്കെ കൊടുത്ത് താമസിപ്പിക്കുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു നിലവിലുള്ള അവസ്ഥയിൽ തുടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ഒരു കാരണവശാലും ഞങ്ങൾ ഇതിനെ അനുവദിക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ സാമൂഹികമായിട്ട് ഇത്രയും പ്രദേശത്ത് ഉണ്ടാക്കുന്നത്? അടുപ്പിച്ച് വീടുകളൊക്കെ ഉണ്ടല്ലോ, അടുപ്പിച്ച് തൊട്ടടുത്തെല്ലാം വീടുകളാണ്. നാട്ടുകാർ കണ്ടില്ലേ, ഇവിടെ ചുറ്റുവട്ടത്തേക്ക് നാട്ടുകാരെ കണ്ടില്ലേ? രാവിലെ ഇത്രയൊന്നുമില്ല, 150-ൽ പരം ജനങ്ങളുണ്ടായിരുന്നു ഇവിടെ. സ്മെല്ല്, കാറ്റടിക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനകത്ത് താമസിക്കുന്ന ഒരു അമ്മയുടെ മകൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ അമ്മ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായിരുന്നു. പിന്നെ എങ്ങനെ ഈ പട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും? നമ്മളൊക്കെ മനുഷ്യസ്നേഹികൾ, മൃഗസ്നേഹികളല്ലേ? ഭക്ഷണം കൊടുക്കാതെ, അതിന് മരുന്ന് കൊടുക്കാതെ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും? ഞങ്ങൾ ഇതിനെ സമ്മതിക്കില്ല, അനുവദിക്കില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാവില്ല. കറക്റ്റ് 20 ദിവസം കൊടുക്കും. 20 ദിവസത്തിനുള്ളിൽ ഇതിന് തീരുമാനമായില്ലെന്നുണ്ടെങ്കിൽ ശക്തമായ സമരം. വൃത്തിഹീനമായ സാഹചര്യമാണല്ലോ ഇവിടെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതെ, ദുസ്സഹനീയമായ പ്രശ്നമാണ്. ഭയങ്കര സ്മെല്ലാണ്. ഇവിടെ നിൽക്കാൻ പറ്റൂല. അതിന് നല്ല രീതിയിൽ ഇതിനെ വളർത്തിയായിരുന്നു ഞങ്ങൾ ആരും ഇതിന് പറയൂല. നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട് കാണുമല്ലോ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന്. നമ്മൾ അനുവദിക്കില്ല, 100% ഉറപ്പാണ്. പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രതികരിച്ചത്. എത്രയും വേഗം തന്നെ ഇവിടുന്ന് ഈ നായ്ക്കളെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട് വാടകയ്ക്കെടുത്ത പട്ടികളെ താമസിക്കുന്ന ആൾ അദ്ദേഹം വീടിനുള്ളിലുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഉടൻ തന്നെ ഇവിടുന്ന് മാറുമോ? എങ്ങനെയാണ് തീരുമാനം? എഴുതി കൊടുത്താണ്. അതിനടങ്ങ് വീണ്ടും വരുന്ന ഇതുകൊണ്ടില്ലേ? നിങ്ങൾക്ക് ഇത്രയും നായ്ക്കൾ, എത്ര നായ്ക്കളുണ്ട് ഇതിനുള്ളിൽ? 100-ലധികം ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് 30 ഇതിനകത്ത് ചെറിയ ഉൾപ്പെടെ 30 പേര് അത്രേ ഉള്ളൂ. അത് ഈ അടൂർ ടൗണിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ് നായ്ക്കളെ സംരക്ഷിക്കാന്നുള്ളത്? ഞങ്ങൾ വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നതാണ്. SPCAയുടെ ഒരു സെക്രട്ടറിയാണ് ഞങ്ങളമ്മ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാ വാടക വീട്ടിലും ഇതേപോലെ ഡോഗ്സിനെ കണ്ടു. പക്ഷെ ആ കാലാവധി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ മാറുന്നതാണ് ഡോഗ്സിനെ കൊണ്ട്. നേരത്തെ എവിടേക്കാണ് ഇതുപോലെ പാർപ്പിച്ചിരിക്കുന്നത് നായ്ക്കളെ? നേരത്തെ അങ്ങനെ പാർപ്പിച്ചിട്ടില്ല. നാടി വന്ന് മിത്രപുരത്തായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഈ 2 വീട് വാടക എടുക്കുന്നത്? 2 അല്ല, ഈ വീടാണ് വാടകയ്ക്ക് എടുത്തത്. ഈ വീട് വാടക എടുത്ത ശേഷം ഞങ്ങൾ ചോദിച്ച് പ്രധാനമായിട്ട് കേൾക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് ഇവിടെ വന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല, ഞങ്ങൾക്ക് പട്ടിയിടണം, സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു 1 ഏക്കർ വസ്തു, നിങ്ങൾ നോക്ക്, വീഡിയോ എടുത്ത് നോക്ക്, 1 ഏക്കർ വസ്തു ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പ്രശ്നമാക്കി. കണ്ടില്ലേ, വീതിച്ച് ഒരു കമ്പ് കെട്ടി ആട്ടിയിട്ടുണ്ട്, അതിനപ്പുറം പോകരുതെന്നും പറഞ്ഞു. നമ്മൾ വിടുന്നില്ല. കണ്ടോ, ആ ബിൽഡിംഗ് ഇതിനകത്ത് വിട്ട് വളർത്തുന്നത് നമ്മൾ ശല്യപ്പെടുന്നില്ല. ഉടനെ തന്നെ മാറ്റാനാണ് തീരുമാനം. മാറ്റാൻ നമുക്ക് നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തോ? എന്ന് എഴുതി കൊടുത്തായിരുന്നു. മാറുമെന്ന് പറഞ്ഞു. അവരെ മാറ്റാന്ന് പറഞ്ഞു. 20 ദിവസത്തിനുള്ളിൽ. അതായത് ഈ 20-ാം തീയതിക്കുള്ളിൽ. പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ 20-ാം തീയതിക്കുള്ളിൽ ഇവിടെ നിന്ന് മാറുമെന്നാണ് ഈ വീട് വാടകയ്ക്കെടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ രൂപപ്പെടും. അസഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദുർഗന്ധം, മറ്റ് നായ്ക്കളുടെ കുരം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇവിടുന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും ഇവിടെ കളമൊരുങ്ങുക. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.